ഇവിടെ കണ്ട അണ്ടർ വാട്ടർ ഡ്രോണുകൾ ജലാശയ ദുരന്തമുഖങ്ങളിൽ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവയെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ചാൽ ജലാശയത്തിൽ മുഴുവൻ തെരച്ചിൽ നടത്തുന്ന രീതി വേണ്ടി വരില്ല. ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഇവിടെ കണ്ട അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ സഹായത്തോടെ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ കഴിയും. ഈ ഉപകരണങ്ങൾ നൽകുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ച് തെരച്ചിൽ നടത്തേണ്ടത് എവിടെയാണെന്ന് കൃത്യമായി തീരുമാനിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾക്ക് കഴിയും. അപ്പോൾ അവിടെ കൃത്യമായി എത്തിച്ചേരാൻ സേനാംഗങ്ങൾക്ക് അത് വഴിവെക്കും. ഇതേപോലെ തന്നെ അഗ്നിശമന സേന മനുഷ്യർ നേരിട്ടെത്തി അഗ്നിശമനം നടത്തുക അസാധ്യമായ സാഹചര്യങ്ങൾ ചിലപ്പോൾ വരാം. അപ്പോൾ അവിടെ മനുഷ്യന് കടക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ തീ അണക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഫയർ ഫൈറ്റിംഗ് റോബോട്ട്, അതാണ് നേരത്തെ നാം കണ്ട റോബോട്ട്. അത് അഗ്നിരക്ഷാ വകുപ്പിന് ലഭ്യമായിരിക്കുകയാണ്. ഇത്തരം സംവിധാനങ്ങൾ മുൻകൂറായി ഒരുക്കിയതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിലുണ്ടായിരുന്ന പോരായ്മ പരിഹരിക്കുന്നതിന് മൊബൈൽ വയർലെസ് ബേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നേരത്തെ ലഭ്യമാക്കിയിരുന്നു. ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഈ സംവിധാനം ഏറെ സഹായകരമായിരുന്നു. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, നമ്മുടെ ഫയർഫോഴ്സ് പരിശീലനം നൽകിയ ആ വോളണ്ടിയർമാർ മികച്ച ഇടപെടലാണ് ദുരന്തമുഖത്ത് നടത്തിയത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ സേന നടത്തി വരുന്ന ബോധവൽക്കരണ ക്യാമ്പുകൾക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ദുരന്തമുഖങ്ങളിൽ സേനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ, സന്നദ്ധ പ്രവർത്തനം നടത്താൻ തയ്യാറാകുന്നവർ, അവർക്കാണ് പരിശീലനം നൽകുന്നത്. നല്ല രീതിയിൽ ആ സന്നദ്ധ സേന നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇവിടെ മികച്ച പ്രവർത്തനം, കാര്യക്ഷമമായ പ്രവർത്തനം, അതും സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള പ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിനെ നമ്മുടെ നാടാകെ ഏറ്റവും ജനസൗഹൃദമായ ഒരു സേനയായാണ് കണക്കാക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ തുടർന്നും നടത്താൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മെഡലുകളുടെ വിതരണവും ആധുനിക ഉപകരണങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.